ഹായ്, ഫിലിപ്പ് മാംബാർഡിൻ്റെ ഒരു പുതിയ അപ്ഡേഷൻ ഉണ്ട്. മാത്രവുമല്ല, ഇതിനകത്തുള്ള ഒരു ക്രിമിനൽ സംഗതി അതൊന്ന് ഇൻഫോം ചെയ്യണമെന്ന് തോന്നി. പലരും വന്ന് കമൻസ് ഇടുന്നത് നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്, നിങ്ങൾക്ക് വല്ല കാര്യവും ഉണ്ടോ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, അതുകൊണ്ടാണ് ഇതും കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വാർത്തയൊന്ന് കേൾക്കാം. ഹോട്ടലിൽ റൂം എടുത്തത് അതിജീവിതയുടെ വീട്ടിൽ പോയി ഫിലിപ്പ് ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നുവെന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അതീവ ഗുരുതരമായ വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ഈ കേസെന്ന് നോക്കിയാൽ, മോട്ടിവേഷൻ സ്പീക്കറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഫിലിപ്പ് മമ്പാർഡ് സമൂഹ മാധ്യമങ്ങളിലടക്കം നിരവധി വീഡിയോകൾ പങ്കുവച്ചിരുന്നു. ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേസ് ആദ്യം വരുമ്പോൾ ഈ അറസ്റ്റ് ഒക്കെ വന്നപ്പോൾ തന്നെ പല വിധത്തിൽ ആളുകൾ അതിൽ അഭിപ്രായം പറയുന്നതൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ട്. കുടുക്കാനുള്ള നീക്കം എന്നൊക്കെ വരെ പറഞ്ഞവരുണ്ട്. നിരപരാധിയാണെന്നും കേസ് വന്നാൽ ആത്മഹത്യ ചെയ്യുമെന്നും ഫിലിപ്പ് പറഞ്ഞതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇതിൽ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് പറയും. നമ്മൾ ഈ സപ്പോർട്ട് പറയുന്നവർ ഒരുപാടൊന്നും പറയണ്ട. അതിന്റെ മെയിൻ കാരണം എന്താണെന്നറിയാമോ? മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പലരുടെയും ജീവൻ രക്ഷിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ പലർക്കും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു അവസരത്തിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ജീവിതത്തിനെ എങ്ങനെ നേരിടണം, അല്ലെങ്കിൽ ആ കോംപ്ലിക്കേഷൻ എങ്ങനെ നേരിട്ട് സോൾവ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഹിൻഡ് കിട്ടും. ആ ഹിൻഡാണ് ഈ മോട്ടിവേഷൻ സ്പീക്കർ എന്ന് പറയുന്ന ആളുടെ സക്സസ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയാത്ത പല കാര്യങ്ങളും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ചെറിയൊരു വാക്ക്, ചെറിയൊരു സോഴ്സ്, അത് നമ്മൾ ഇട്ട് കൊടുക്കും. ഇയാൾ അതിൻ്റെ ആളായിരുന്നു, ഉസ്താദാണ്. അതായത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മമാരെ വെച്ചിട്ടാണ് ഇയാളെ കളി. ഇസ്ലാം കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന അമ്മയാണ്. അമ്മയുടെ കാലടികളിൽ സുബർക്കു എന്ന് വിചാരിക്കുന്നതാണ്. അപ്പം മലപ്പുറത്തുള്ള മനുഷ്യർ ആ ദേശക്കാരെ പറ്റിക്കാൻ അവർക്ക് എന്താണോ ഇഷ്ടം അതിനെ കയറി പിടിക്കുക എന്നുള്ളതാണ്. എല്ലാ കമ്മ്യൂണിറ്റി ഇയാൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിലും ഇസ്ലാമിയരായിരുന്നു ഇയാൾ കൂടുതൽ അഡ്രസ്സ് ചെയ്തത്. അപ്പം അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള ധാർഷ്ട്യമാണ് ഇപ്പം അയാളുടെ ഫേസിൽ കാണുന്ന ആ ഒരു നിസ്സംഗതാവസ്ഥ. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇയാൾ തീർച്ചയായിട്ടും അവരെ വീണ്ടും കൺവിൻസ് ചെയ്യും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ പോലെ ഞാൻ പറയുന്ന ഒരു കാര്യം, മുഴുക്ക ഇമ്മോറൽ ഇല്ലീഗൽ വർക്ക് നടത്തിയ ഇയാളെ ഇനി മോട്ടിവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കരുത്. തെറ്റ് ആർക്കും പറ്റില്ലേ പുള്ളേ എന്നുള്ളതായിരിക്കും അടുത്ത നിങ്ങളുടെ ഒരു സജഷൻ. അതിൻ്റെ ഒപ്പം നിങ്ങൾ പറയാൻ, അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അയാളുടെ ഭാര്യ എടുത്തില്ല, ആ സമയത്ത് അയാൾക്ക് മറ്റൊരു പെണ്ണോട് ആഗ്രഹം തോന്നി തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. വയസ്സാണ് നിങ്ങൾ നോക്കേണ്ടത്. അയാളുടെ മകളുടെ പ്രായം, അതിനേക്കാൾ ഇളയ ഒരു കുട്ടീനെയാണ് അയാൾ ഈ തോന്നിവാസം കാണിച്ചിരിക്കുന്നത്. 2, അയാളുടെ പദവി, അതായത് അയാൾ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് അയാൾ റിട്ടയറായി. ഈ പരിപാടിയും കൊണ്ട് നടന്നാൽ കൂടുതൽ പണം കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് അയാൾ റിട്ടയറായി. ഈ റിട്ടയർ ആയ ഒരു വ്യക്തി ആ കാർഡ് ഉപയോഗിക്കുന്നത് തെറ്റാണ്. എന്തുകൊണ്ട് ആ കാർഡ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോലീസുകാരനായതുകൊണ്ട് തന്നെ കൂടെ പോകുന്ന ആളുടെ ID കാർഡ് അവിടെ കൊടുക്കേണ്ടി വരും. ഇപ്പം നമ്മൾ തന്നെ എവിടെയെങ്കിലും, ഞാനൊക്കെ ടൂറിസ്റ്റ് സ്പേസിലൊക്കെ പോകുമ്പം ഞാനും മകനും ആണെങ്കിൽ പോലും ഞങ്ങൾ രണ്ടുപേരുടെ ID കാണിക്കേണ്ടി വരും, സബ്മിറ്റ് ചെയ്യേണ്ടി വരും, കൂടെ ഉള്ളവരുടെ ID കാണിക്കണം. അപ്പം അത് കാണിക്കാതിരിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുള്ള ആ ഒരു ക്രെഡിറ്റ് അയാൾ അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. അതിൽ കൂടെയാണ് ഈ പെൺകുട്ടി അവിടെ കൊണ്ടുപോയി അയാൾ ഉപയോഗിച്ചിരിക്കുന്നത്. 2 പെട്ടല്ല, പല പ്രാവശ്യം. ഒരു പക്ഷേ പെൺകുട്ടിയോടും അത് പറഞ്ഞാണ് ഞാൻ വിവാഹം കഴിച്ചോളാം എന്നോ മറ്റോ പറഞ്ഞിട്ടുണ്ടാവാം. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ചെറിയ പ്രായത്തിൽ ആ പെൺകുട്ടിയെ അയാൾ നന്നായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. വേറെ ആർക്കും കംപ്ലൈൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവരാരും മുൻപോട്ട് വരത്തില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇയാളുടെ കുറേയധികം വീഡിയോസ് കാണുമ്പോൾ ഇയാൾ ഭയങ്കര സ്നേഹത്തോടുകൂടി പെൺകുട്ടികളെ താലോലിക്കുന്നതും തടവുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു കംഫർട്ട് സോൺ തന്നെയാണ്, അത് തർക്കമൊന്നുമില്ല. അയാൾ നല്ലൊരു മോട്ടിവേറ്ററും തന്നെയാണ്. അയാളുടെ കൗശലക്കാരനായ നല്ലൊരു കുറുക്കനാണ് അയാൾ. അതുകൊണ്ടാണ്. അപ്പം ലൈഫിൽ നടന്ന പ്രശ്നം നോക്കൂ, ഇയാൾ കുട്ടികളെ വരെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എനിക്ക് തോന്നുന്നു അനി മുഹമ്മദ് സാറിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് ക്രൂവൽറ്റിയുടെ പീക്ക് ലെവൽ അയാൾ ചെയ്തതിനെ പറ്റിയൊക്കെ ഒരു ഇൻഫർമേഷൻ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. കൊച്ചുമക്കളെ അയാൾ ഉപയോഗിക്കുന്നത് അയാളുടെ വീക്ക്നെസ്സാണ്. അപ്പം ആ സെക്ഷൽ ലൈഫിൽ അവർ നേരിട്ട ഹറാസ്മെൻറ്റ് കൊണ്ടായിരിക്കാം ആ സ്ത്രീ ഇട്ടിട്ട് ഓടിക്കളഞ്ഞിട്ടുണ്ടാവുക. ബേസിക്കലി ഫസ്റ്റ് ലവ് ആണ്, ഹസ്ബൻഡാണ്, അവരുടെ കുട്ടികളുടെ അച്ഛനാണ്, അയാൾ രക്ഷപ്പെടണമെന്നൊരാഗ്രഹം സ്ത്രീക്ക് ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും അവർ തിരിച്ചു വന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ന്യായങ്ങളല്ല, കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. കുറച്ചും കൂടി ഉണ്ട്, കേൾക്കാം. എന്നാൽ എത്രമാത്രം ഗൗരവമുള്ള കേസാണ് ഇത് എന്ന് വെളിപ്പെടുകയാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ. ഇതിൽ വ്യാജ ID കാർഡ്, പോലീസിൽ നിന്ന് VRS എടുത്തു പോയ വ്യക്തി വ്യാജ ID കാർഡ് ഉപയോഗിച്ചാണ് ഈ റൂം ബുക്ക് ചെയ്തതെന്ന് വരുമ്പോൾ, ഇയാൾ ഇത് എന്തിന് സൂക്ഷിച്ചു, എന്തിനിത് ദുരുപയോഗം ചെയ്തു എന്ന വളരെ ഗുരുതരമായ മറ്റു ചില ചോദ്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. എന്താണ് ഈ സംഭവം എന്ന് നോക്കിയാൽ, കോഴിക്കോട് ചേവായൂർ പോലീസിൽ നൽകിയ പരാതിയിലാണ് ഫിലിപ്പ് അറസ്റ്റിലാകുന്നത്.
നിലമ്പൂർ ഇൻസ്പെക്ടർ BS ബിനുവിന്റെ നേതൃത്വത്തിലാണ് ഈ അറസ്റ്റ് നടക്കുന്നത്. സ്കൂളിൽ നടന്ന കൗൺസിലിംഗിലാണ് ഈ കുട്ടി പീഡന വിവരം പുറത്തു പറഞ്ഞത്. തുടർന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുഖേന ചെവായൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പെരിന്തൽമണ്ണ SI ആയിരുന്ന ഫിലിപ്പ് 1 വർഷം മുൻപാണ് ലഹരി വിരുദ്ധ ക്ലാസുകൾ നടത്താനായി സ്വയം വിരമിച്ചത്. കൗൺസിലിംഗ് നടത്തുന്നതിനായി മമ്പാട്ടുള്ള ഫിലിപ്പിന്റെ വീട്ടിൽ രക്ഷിതാക്കൾ കൊണ്ടാക്കിയതിനെ തുടർന്നാണ് അതിജീവിത അവിടെ താമസിച്ചു വന്നിരുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 3-ന് രക്ഷിതാക്കളുടെ അറിവില്ലാതെ ഈ പെൺകുട്ടിയെ കാസർഗോഡ് കൊണ്ടുപോയെന്നും കാഞ്ഞങ്ങാടുള്ള സ്വകാര്യ ഹോട്ടലിൽ മുറിയെടുത്ത് പല തവണകളായി ലൈംഗികാതിക്രമം നടത്തിയെന്നുമാണ് ഈ കേസിൽ പറയുന്നത്. കാരശാലിലെ വീട്ടിൽ നിന്ന് ഇരുവരും ഒന്നിച്ചു പോയതായി ഫിലിപ്പ് തന്നെ പോലീസിനോട് സമ്മതിച്ചിരുന്നു. റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന വിവരങ്ങൾ അതീവ ഗുരുതരമാണ്. 2022 സെപ്റ്റംബറിലാണ് ഈ ലൈംഗിക അതിക്രമം നടന്നത്. കരുതിക്കൂട്ടിയാണ് 16-കാരിയെ ഇയാൾ ലൈംഗികമായി ഉപദ്രവിച്ചതെന്ന് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഉദ്ദേശത്തോടെ കരുതിക്കൂട്ടി തന്നെ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയതാണ്. മോട്ടിവേഷൻ പ്രോഗ്രാമിന് കൊണ്ടുപോകുന്നു എന്നാണ് കുട്ടിയെ പറഞ്ഞ് ധരിപ്പിച്ചത്. പോലീസ് ID കാർഡ് കാണിച്ചാണ് ഫിലിപ്പ് മമ്പാട് ഹോട്ടലിൽ റൂം എടുത്തത്. സമൂഹത്തിൽ സ്വാധീനമുള്ള പ്രതി മനഃപൂർവ്വം ചെയ്ത ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇത് എന്നതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇയാൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് അന്വേഷണ സംഘം പറയുന്നു. ഇത്തരക്കാർക്ക് ജാമ്യം നൽകിയാൽ അത് നിയമവ്യവസ്ഥയെ സമൂഹം സംശയത്തോടെ കാണാൻ ഇടയാക്കും. പ്രതി വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. ഈ പ്രതിയെ പുറത്തുവിട്ടാൽ സാക്ഷികളെ ഉൾപ്പെടെ സ്വാധീനിക്കാനുള്ള ശ്രമമുണ്ട്. മാത്രവുമല്ല ആ കുട്ടിയുടെ വീട്ടിൽ എത്തി ഇയാൾ ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അതിന് സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചിരുന്നു എന്ന കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് 100% ഇയാൾ പുറത്തിറങ്ങിയാൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പം ജാമ്യം അയാൾക്ക് കിട്ടിയല്ലോ, ഇപ്പോൾ ഉടനെയല്ല എന്നാലും കിട്ടും. 90 ദിവസത്തേക്കാണ് ഇയാൾ അകത്താക്കിയെന്നാണ് കേൾക്കുന്നത്. കാരണം ഒരു രീതിയിൽ ഇയാൾക്ക് ജാമ്യം കൊടുക്കാതിരിക്കാൻ വേണ്ടി ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നടത്തിയിരിക്കുന്നത്. കാരണം ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് പുറത്തിറങ്ങിയാൽ നടക്കാൻ പോകുന്ന ആ പെൺകുട്ടിയെ പോയി പറഞ്ഞ് കൺവിൻസ് ചെയ്യും. 10 ലക്ഷം രൂപ ഇയാൾ കൊണ്ടുപോയി കൊടുത്തു എന്ന് പറയുന്നില്ല. അല്ല, വാസ്തവം എന്തെന്ന് അറിയത്തില്ല. ഈ പെൺകുട്ടിയെ പറ്റി വളരെ മോശമായിട്ടുള്ള ഒരു ന്യൂസ് സ്പ്രെഡ് ആകുന്നുണ്ട്. അത് ഗൾഫിലായിരുന്നു ആ കുട്ടി താമസമെന്നും അവിടെ വെച്ചും ഇതുപോലെ മറ്റൊരാളെ കുടുക്കി അയാളിൽ നിന്ന് പണം തട്ടിയെടുത്തു എന്ന് പറയുന്നുണ്ട്. പെൺകുട്ടിയുടെ ക്യാരക്ടർ അസാസിനേഷനാണ് ഉദ്ദേശ ലക്ഷ്യമെന്ന് മനസ്സിലായി. ഇവർക്ക് ഇയാൾക്ക് സപ്പോർട്ട് പറയുന്നവർ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു പോരായ്മയോ അങ്ങനെ ഒരു മോശപ്പെട്ട രീതിയിലുള്ള ഒരു സഹകരണം അയാളിൽ നിന്നും ഉണ്ടായിട്ടുണ്ടാവത്തില്ല. അതിൻ്റെ അർത്ഥം അയാൾ നല്ലവനെന്നല്ല. ഒന്നാമത് അയാൾ ഭാര്യയില്ലാതെ ജീവിക്കുന്ന ഒരു അവസരത്തിൽ അവിടേക്ക് ഒരു പെൺകുട്ടീനെ കൊണ്ടു കൊടുത്തതിന് ആദ്യത്തെ തെറ്റാണ്. ആ പേരൻസ് ചെയ്ത ഏറ്റവും വലിയ തെറ്റതാണ്. അവിടേക്ക് കൊണ്ടുപോയി ഒരു കുഞ്ഞിനെ കൊടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പം അവൻ ആ വീട്ടിൽ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവില്ല. വേറെ കുട്ടികളൊക്കെ കാണുമായിരിക്കാം. അവനെ അതിനെ ഉപദ്രവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും നേരെ ഹോട്ടലിലേക്ക് ഇവൻ കൊണ്ടുപോയിട്ടുണ്ടാവുക. ശരിയാണ്, കൗൺസിലിങ്ങിന് പോകുന്നു എന്ന് പറയുമ്പം യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ കൂടെ കയറി പോയിട്ടുണ്ട്. ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നതിനല്ലേ അറിയുള്ളൂ. പക്ഷെ ഒരു ക്രിമിനലായ ഇയാൾ ആ ക്രിമിനലിസം മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവനെ നേരത്തെ തന്നെ പോലീസിൽ നിന്ന് ഇവൻ വിരമിച്ചത് നന്നായി. ആ നാട്ടുകാർക്ക് നല്ലതേ വന്നുള്ളൂ. അല്ലെങ്കിൽ ഇവ അതിനകത്തിരുന്നുകൊണ്ട് ഇതിനേക്കാൾ വൾഗാരിറ്റി അവൻ കാണിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പം ഈ കേൾക്കുന്നതൊക്കെ തന്നെ. മാത്രവുമല്ല, ഇയാൾ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജാമ്യം നൽകരുത് എന്ന അതിശക്തമായ വാദം അന്വേഷണ സംഘം ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. അതിജീവിതയുടെ വീട്ടിൽ പോയി ഫിലിപ്പ് ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ സ്വാധീനങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജാമ്യം നൽകരുത് എന്ന അതിശക്തമായ വാദം അന്വേഷണ സംഘം ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. അതിജീവിതയുടെ വീട്ടിൽ പോയി ഫിലിപ്പ് ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ സ്വാധീനം ഉപയോഗിക്കാനുള്ള ശ്രമം ഇതിനോടകം തന്നെ ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഇതിലിപ്പോൾ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഇയാൾ എന്തുകൊണ്ട് ഈ ID കാർഡ് ഈ രീതിയിൽ ദുരുപയോഗം ചെയ്തു എന്നതാണ്. ഈ വ്യാസ് എടുക്കുമ്പോൾ തന്നെ ഒന്നുകിൽ ഇത് തിരിച്ചേൽപ്പിക്കേണ്ടതാണോ, ആ ഘട്ടത്തിൽ അത് തിരിച്ചേൽപ്പിക്കാതിരുന്നോ, അത് തിരിച്ചു വാങ്ങുന്നതിൽ വീഴ്ച സംഭവിച്ചോ, അല്ലെങ്കിൽ ഇത് തിരിച്ചു കൊടുക്കുന്നതിന് മുൻപ് തന്നെ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കാർഡുകൾ ഇയാൾ കയ്യിൽ കരുതിയിരുന്നോ, ആ കാർഡുകൾ ഉപയോഗിച്ച് ആ ID കാർഡ് ഉപയോഗിച്ച് ഇയാൾ ഇതിനു മുൻപും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ നിരവധി സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വളരെ ഗൗരവം ഉള്ള വിഷയമായി തന്നെ ഇത് മാറിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇയാൾ വളരെ കരുതിക്കുട്ടി മനഃപൂർവ്വം ഈ സാഹചര്യം സൃഷ്ടിച്ചെടുക്കുകയും പലതവണ ഈ കുട്ടിയെ ഈ രീതിയിൽ ഉപദ്രവിക്കുകയുമായിരുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമാണോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം. ബാക്കിയുള്ള കുട്ടികൾ ഇയാളുടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്ന ബാക്കിയുള്ള കുട്ടികളിൽ കൂടെ അന്വേഷണം വ്യാപിച്ചാൽ മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇയാളെ എത്ര പേരെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ഇയാളുടെ കയ്യിൽ നല്ല ഇതൊന്നുമല്ല എന്നുള്ളത് തെളിവാണ്. ഒരുപാട് പേര് എവിഡൻസ് പുറത്തു വിടുന്നുണ്ട്. ഇയാൾക്ക് കൊച്ചാൺകുട്ടികളിലും താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. സത്യാവസ്ഥ അറിയത്തില്ല. പക്ഷെ ആകെ മൊത്തത്തിൽ എനിക്ക് മനസ്സിലായത് ഈ പെരുന്നുണയനെ, അതായത് നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരിക്കലും ഒരു ക്രിമിനലിന് സന്യാസിയാവാനൊക്കത്തില്ല. പക്ഷേ ഒരു സന്യാസിക്ക് ഒരു ക്രിമിനലാകാൻ പറ്റുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഇതുപോലുള്ള ജന്മങ്ങൾ. ഇയാൾ പുറത്തിറങ്ങും, 100% പുറത്തിറങ്ങും. ഈ പറഞ്ഞവരൊക്കെ തന്നെ അയ്യേന്നാകുന്ന കണക്കിൽ അയാൾ പെരുമാറുകയും ചെയ്യും. പക്ഷേ
ഇയാളെ ചേർത്ത് പിടിക്കാനും ഇയാൾക്ക് മാലയിട്ട് സ്വീകരിക്കാനും പോകാൻ തയ്യാറായി നിൽക്കുന്നവന്മാർ ഓർത്തുകൊള്ളുക. നമ്മുടെ വീട്ടിലൊരു കുട്ടിക്കാണ് ഇത് സംഭവിച്ചാൽ നിങ്ങളത് ആ രീതിയിൽ ഇമാജിൻ ചെയ്താൽ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം മനസ്സിലാവത്തില്ല. ആ കുട്ടി എന്തോരം ഭയന്ന് കാണും, എന്തുമാത്രം മാനസികമായ ഡ്രോമയിൽ കൂടെ ആ കുട്ടി പാസ് ത്രൂ ആയിട്ടുണ്ടാകും. എങ്ങനെയായിരിക്കും കൗൺസിലിംഗ് നടത്തിയപ്പോൾ അവരോട് ഇത് പറഞ്ഞിട്ടുണ്ടാവുക. ഓൾറെഡി ആ കുട്ടിക്ക് എന്തൊക്കെയോ പ്രയാസങ്ങളുള്ളൊരു കുഞ്ഞാണ്. അതിനെ ആ രീതിയിൽ പരിഗണിച്ച് സംരക്ഷിക്കുന്നതിന് പകരം ആ പെൺകുട്ടിയുടെ ആ ഒരു മോശപ്പെട്ട ഒരു വശത്തിന്, അതായത് മാനസികമായിട്ടുള്ള എന്തോ ടെൻഷൻസിനെ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ്റെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ ഇവൻ അവളെ വീണ്ടും ഉപയോഗിക്കുകയാണ്. ഒരു വട്ടം രണ്ടു വട്ടമല്ല, പല പ്രാവശ്യം കൊണ്ടുപോയി ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് വീട്ടുകാർ അറിഞ്ഞിട്ട് വീട്ടുകാരിത് രഹസ്യമാക്കി വെച്ചു എന്നാണ് ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു കാര്യം, ഈ CWCയിലേക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പോകുമ്പോൾ തന്നെ ഇയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതിന് മുമ്പ് തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുമായി സംസാരിച്ച് ഇത് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ അവർക്ക് കൈമാറി എന്ന് പറഞ്ഞ് കേൾക്കുന്നു. സത്യാവസ്ഥ അറിയത്തില്ല. ഈ 10 ലക്ഷം രൂപ പോരാതെ അവർ വീണ്ടും പൈസ ചോദിച്ചതാണ് ഈ പ്രശ്നം വഷളായെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന നരേഷൻ. അത് ശുദ്ധ നുണയാണ്. കാരണം അങ്ങനെ ഒരു സംഭാഷണവും ഇതും ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന കൗൺസിലിംഗ് കൂടെ ഈ കുട്ടി അറിഞ്ഞ് അതിൽ കൂടെ CWC ആണ് ഇൻഫർമേഷൻ കൊടുത്ത് പിടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈവൻ പൈസ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ പോലീസുകാർക്കും കൂടെ പൈസ കൊടുത്താൽ അവർ CWC പൈസ വാങ്ങിക്കുന്ന ഒരു ടീമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ ഒരു ഇൻഫർമേഷൻ കൊടുത്തിരുന്നത് പത്തനംതിട്ടയുള്ള ഒരു ഓർഫനേജ്, അപ്പോഴും ഇത് തന്നെയായിരുന്നു. വളരെ രീതിയിലുള്ള മോശപ്പെട്ട ഒരു പ്രത്യേക വിഭാഗക്കാരായി CWCക്കാർ മാറുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. എനിവേ, അതെല്ലാം മാറട്ടെ, ഇതെല്ലാം ശരിയാകട്ടെ എന്ന് മാത്രം പറയുന്നു. പക്ഷേ ഇയാളെ വിശ്വസിച്ചുകൊണ്ട് ഇനിയും അയാൾക്ക് വേണ്ടി വക്കാലത്ത് പറയുന്നവരടുത്താണ് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പും മര്യാദയോ നാണോ തോന്നുന്നില്ലേ? ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച അതിഭീകരമായ ഒരു ആക്രമണത്തിനെതിരെ സംസാരിക്കുന്നവരെ വന്ന് കളിയാക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്? കമൻസ് കാണാൻ പാടില്ലാത്ത കമൻസാണ് ചില നേരം പറയുന്നത്. എന്തോരം വക്കാലത്ത് പറച്ചിലായിരുന്നു, എന്തു തെറിയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറയുന്ന ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്നതിന് പകരം കണ്ണടച്ചുകൊണ്ട് ഈ വൃത്തികെട്ടവൻ പറഞ്ഞ കാര്യം വിശ്വസിച്ചിട്ട് നിങ്ങൾ ആ പെൺകുട്ടിയെ മാത്രമല്ല ഒന്നടങ്കമുള്ള സ്ത്രീകളെ ഒന്നടങ്കമാണ് അപമാനിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായത്. വളരെ മോശപ്പെട്ട, വളരെ വൃത്തികെട്ട ഒരു രീതിയാണ് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഉള്ള ഈ സമൂഹം ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരെ പോലുള്ളവരെ ചേർത്ത് പിടിക്കുക മാത്രമല്ല, അവന്മാർക്ക് വേണ്ടി വക്കാലത്ത് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യം കേരളത്തിലുണ്ട്. ഒരു ദീപക് മരണപ്പെട്ട ഉടനെ അതുപോലെയാണ് എല്ലാവരും എന്ന് പറയുന്നിടത്ത് സത്യം പറഞ്ഞാൽ ഷിംജിതയെ പോലുള്ളവരല്ല എല്ലാവരും. എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല. അവർക്ക് ഏർപ്പെടുന്ന ബുദ്ധിമുട്ട്, ഈ ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് പുറത്തു പറയാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന സ്ത്രീകളാണ്. കാരണം സമൂഹത്തിൽ ഒരാണ് 2 പെണ്ണുങ്ങളെ കൂടെ പോയാൽ അവനെ ഒന്നും പറയത്തില്ല, ഹീറോ എന്നേ പറയുള്ളൂ. അതേസമയം ഒരു പെണ്ണ് 2 പേരോടെ പോയാൽ അവളെ വെറും അവിസാരിക എന്ന് പറയുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് കിട്ടാവുന്നിടത്തോളം സപ്പോർട്ട് അവർക്ക് കൊടുത്തവരെ സംരക്ഷിക്കുന്നതിന് പകരം അവരെ ഇത്രയും മ്ലേച്ഛമായി ആക്രമിക്കാൻ ശ്രമിച്ചത് വളരെ മോശപ്പെട്ട കാര്യമാണ്. രാഹുൽ ഈശ്വർ അകത്ത് കിടന്നതുപോലെ അതിജീവിതയെ തോന്നിവാസം പറയുന്ന ഒരു അകത്ത് കിടന്നാൽ മാത്രമേ അതിനൊരു സ്റ്റോപ്പ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കിയത്. ഈ ഒരു വിഷയത്തിൽ ഈ വൃത്തികെട്ടവന് സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് ആരും ദയവ് ചെയ്ത് വരരുതേ. കേൾക്കുമ്പോൾ തന്നെ പുച്ഛവും അറപ്പും വെറുപ്പും തോന്നുന്നു. അയാൾ എത്രത്തോളം വലിയ കള്ളനാണെന്ന് ഓർത്ത് നോക്കും. മിക്കവാറും ഈ സിനിമയിലും സീരിയലിലും ഒക്കെ വന്ന് അഭിനയിക്കുന്ന, അല്ലെങ്കിൽ ഈ വ്ളോഗേഴ്സ് എന്ന നിലയിലൊക്കെ കുറേ അഭിനയങ്ങളൊക്കെ കാണിക്കുന്ന, അതീവ പ്രേമവും കുന്തമൊക്കെ കാണിക്കുന്നവരുടെ ഉള്ളിൽ അത്രയും വൃത്തികെട്ട കാര്യങ്ങളാണ് ഉള്ളത്. അല്ലെങ്കിൽ അവർക്ക് ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും തന്നെ തക്കവണ്ണമുള്ള മോശപ്പെട്ട അനുഭവങ്ങളാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇതിൻ്റെ അപ്ഡേഷൻ ചോദിച്ചുകൊണ്ട് പലരും വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ വിവാഹവും വിവാഹമോചനവും അവർ പോയി മറ്റൊരിടത്ത് ജീവിക്കുന്നതും ഒരു ഇൻഫർമേഷൻ പോലെ പാസ് ചെയ്തു എന്നതിനപ്പുറം ഒരാളുടെ വ്യക്തി ജീവിതം എടുത്തു വെച്ച് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ അത് പറയേണ്ടി വന്നത് ആ സ്ത്രീയുടെ പച്ചക്കള്ളം കൊണ്ടുള്ള ആ വെളുപ്പീര് കണ്ടപ്പോഴാണ്. എല്ലാവരോടുള്ള വൈരാഗ്യം പോലെ എല്ലാ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെ എനിക്കുള്ളൂന്ന്. കുടുംബത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ കുടുംബത്തിൽ നിൽക്കണം, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകണം. വേറൊരുത്തൻ്റെ പശുത്തൊഴുത്തിലേക്കല്ല ഓടി കയറേണ്ടത്. അവിടെയുണ്ട് ഇവരെല്ലാം കൂട്ടുകക്ഷികളാണെന്ന്. നമ്മളുടെ വീട്ടിൽ ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ന്യായീകരിക്കാൻ പോകുന്നിടത്ത് നമ്മളോലെ മണ്ടബുദ്ധികളും നമ്മളോട് ക്രിമിനലുകളും വേറെ ഇല്ലെന്ന് പറയും. ഒരു അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ സ്വന്തം മകളുടെ സ്ഥാനത്ത് അത് കണ്ടിരുന്നെങ്കിൽ ആ സ്ത്രീക്ക് അങ്ങനെ പറയേണ്ടി വരുമായിരുന്നു. ഇനി ഈ കുട്ടിയെ ബേസ് ചെയ്തിട്ടും കുറേ റൂമേഴ്സ് വരുന്നുണ്ട്. വാസ്തവം അറിയാത്തതുകൊണ്ട്, തെളിവില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ല. ഈ മനുഷ്യനെ ഒരു കാരണവശാലും പുറത്തേക്ക് വിടരുത്. പുറത്ത് വിട്ടാലും ഇയാൾക്ക് വേണ്ടി സപ്പോർട്ട് പറയുകയോ വക്കാലത്ത് പറയുകയോ പോകരുത്. അത് നിങ്ങളുടെ
വീട്ടിലുള്ള പെൺകുട്ടികളെ കൺസേൺ ചെയ്യുമോ, അവരെ ദ്രോഹിക്കുന്നതിന് തുല്യമാണെന്നേ ഞാൻ പറയുള്ളൂ. ഭയങ്കരമായ മോശപ്പെട്ട ഒരു സംസ്കാരം വളർന്നു വരുന്നുണ്ട് ഈ പറയുന്ന വൃത്തികെട്ടവന്മാരെ, നരാധവന്മാരെ സപ്പോർട്ട് ചെയ്യുക എന്നതിലൂടെ. ഇനി ഇവൻ പുറത്തിറങ്ങിയാൽ ആ വീട്ടുകാരെ പോയി കാണും. ചിലപ്പോൾ 18 വയസ്സാവുകയാണെങ്കിൽ കുട്ടീനെ കല്യാണവും കഴിക്കാം. അങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ അയാൾ ശ്രമിക്കും. കാരണം ഇത്രയും പൈസയൊക്കെ ഉള്ള ഒരുത്തനിക്ക് ഇത് മുതുക്കനായാലും കുഴപ്പമില്ല, കെട്ടിച്ചു കൊടുക്കാമെന്ന് വീട്ടുകാർ ചിന്തിച്ചാലും ചിന്തിക്കും. കാരണം ഇത്രയും സപ്പോർട്ടല്ലേ. മറ്റോള് വന്നിട്ട് അന്തം വിട്ടു, ഇതിനകത്ത് വന്ന് വെറുതെ ചാടി കൊടുത്തു. മിണ്ടാതൊരു മൂലയിരുന്നെങ്കിൽ ആരും ഒന്നും പറയത്തില്ലായിരുന്നു. രണ്ടായാലും കൊള്ളാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.